ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ, എലഗൻസ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, AR കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കുറ്റാരം, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരത് ഐ ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ പരുത്തിപ്പാറ, KMK ഹോസ്പിറ്റൽ കുന്നിക്കോട് ആൻഡ് സ്റ്റൈൽ ബാത്ത് കൊട്ടാരക്കര ആയൂർ പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, bathroom fittings, modular kitchen, plumbing, tiles, sanitary, paint, furniture, granite, cement, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. Elegant Events and Caterers, Pattanapuram. Make your days elegant and eventful. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant Events, SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. Phone 99476970. AR College of Engineering and Technology, near Kuttalam, Tamil Nadu. AICTE approved, affiliated to Anna University, Chennai. Courses offered: UG courses, BE Mechatronics, BE Civil Engineering, BE Computer Science and Engineering, BE Electronics and Communication Engineering, BE Mechanical Engineering, BE Electrical and Electronics Engineering, BE Automobile Engineering. PG courses: ME Applied Electronics, ME Computer Science and Engineering, ME Power Electronics, ME Structural Engineering, ME Computer Aided Design. For admission, contact AR Information Center, Chowk Road, Punalur. Phone 9562023444. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്, നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്, നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ, സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. വാദം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SBTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കും. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മി, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. KB ഗണേഷ് കുമാർ MLA-ക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ DCC പ്രസിഡന്റ് പ്രതാപ് വർമ്മ തമ്പാൻ. KB ഗണേഷ് കുമാർ MLA രാഷ്ട്രീയത്തിലെ സദാചാര വിരുദ്ധനെന്നും തമ്പാൻ. വെഞ്ചേമ്പ് കോക്കാട് റോഡിന് ജില്ലാ പഞ്ചായത്ത് തുക അനുവദിച്ചു. ലൈവ് വാർത്ത ഇമ്പാക്ട്. തെന്മല ഗ്രാമപഞ്ചായത്തിലെ അനധികൃത ഇറച്ചിക്കടകൾ പഞ്ചായത്തിന്റെ മൗന അനുമതിയോടെയെന്ന് CPM. നടപടിയെടുക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. വാർത്തകൾ വിശദമായി.
KB ഗണേഷ് കുമാർ MLA കേരള രാഷ്ട്രീയത്തിലെ സദാചാര വിരുദ്ധനെന്ന് മുൻ DCC പ്രസിഡന്റ് പ്രതാപവർമ്മ തമ്പാൻ പത്തനാപുരത്ത് സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഗണേഷ് കുമാർ കേരള രാഷ്ട്രീയത്തിലെ സദാചാര വിരുദ്ധനെന്ന് പ്രതാപവർമ്മ തമ്പാൻ പറഞ്ഞു. CPMന്റെ അഴിമതി വിരുദ്ധ നിലപാട് പൊള്ളയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പാതകം ചെയ്തിട്ടാണോ ഗണേശൻ അപ്പുറത്ത് പോയത്? അതിനെക്കുറിച്ച് അരുവിക്കരയിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഞങ്ങൾ എല്ലാവരും പ്രസംഗിച്ചു. ഞങ്ങൾ അന്ന് പറഞ്ഞത് ആർ ബാലകൃഷ്ണപിള്ളയുടെയും ഗണേശന്റെയും ഈ നിലപാടിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ: വിനാശകാലേ വിപരീത ബുദ്ധി. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയെന്ന് തോന്നും. അക്കരെ പച്ചയെന്ന് കരുതി പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി ഇറങ്ങിയിരിക്കുന്ന ബാലകൃഷ്ണപിള്ളയ്ക്ക് ഇതൊരു ചെറിയ കുട്ടികളിയായിരിക്കും. കാരണം അദ്ദേഹം എന്നും ഇതൊരു രാഷ്ട്രീയത്തെ കുട്ടികളിയായിട്ട് മാത്രമേ കണ്ടുള്ളൂ. കോൺഗ്രസ് പത്തനാപുരം മണ്ഡലം പ്രസിഡന്റ് JL നസീർ അധ്യക്ഷത വഹിച്ചു. KLDC ചെയർമാൻ ബെന്നി കക്കാട്, KPCC സെക്രട്ടറി G രതികുമാർ, DCC ജനറൽ സെക്രട്ടറി CR നജീബ്, മുസ്ലിം ലീഗ് നേതാവ് അൻസറുദ്ദീൻ, UDF ചെയർമാൻ ബാബു മാത്യു, UDF കൺവീനർ K അനിൽ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് M ഷേഖ് പരീദ്, J ഷാജഹാൻ, പള്ളിത്തോപ്പിൽ ഷിബു, MS പ്രദീപ് കുമാർ, സാജു ഖാൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരത്ത് UDF കേരള കോൺഗ്രസ് B പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ പഴി മുഴുവൻ പോലീസിന്. രാഷ്ട്രീയക്കാരുടെ തെറി അഭിഷേകവും പോലീസിന് നേരിടേണ്ടി വന്നു. സംഘർഷത്തിനിടയിൽ നിയമപാലകരാണ് ഏറെ വലഞ്ഞത്. ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും തെറിവിളികൾ മുഴുവൻ പോലീസ് സഹിക്കേണ്ടി വന്നു. ഇരു വിഭാഗങ്ങളെയും നിലയ്ക്കു നിർത്താൻ കൃത്യനിർവഹണത്തിൽ വീഴ്ച കാട്ടാതെ പോലീസ് സംഘം സംയമനം പാലിച്ചു. UDF കേരള കോൺഗ്രസ് B പ്രവർത്തകർ തമ്മിൽ കയ്യേറ്റം നടത്തിയപ്പോൾ പോലീസിനു നേരെയും ചിലർ കല്ലെറിഞ്ഞു. ഇതിനിടെ സഹികെട്ട പോലീസ് ലാത്തി വീശുകയും ചെയ്തു. പുനലൂർ CI സുരേഷ് കുമാർ അടക്കം കല്ലേറിൽ പരിക്കേറ്റിരുന്നു. ഇതിനെ തുടർന്നാണ് പോലീസ് ലാത്തി വീശിയത്. അരുവിക്കര തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ദിവസം മുതലാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തത്. UDF പ്രവർത്തകർ KB ഗണേഷ് കുമാർ MLAയുടെ കോലവുമായി MLAയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തി. ഈ മാർച്ച് തടയാൻ പോലീസ് പെടാപ്പാടുപെട്ടെങ്കിലും UDF പ്രവർത്തകർ പിന്തിരിയാൻ തയ്യാറായില്ല. ഒടുവിൽ കല്ലേറും പ്രതിഷേധങ്ങളും ഉണ്ടായി. പോലീസിനെ തെറി പറയാനും UDF പ്രവർത്തകരും നേതാക്കളും മറന്നില്ല. അടുത്ത ദിവസം രാവിലെ മുതൽ തന്നെ പോലീസിന് നേരിടേണ്ടി വന്നത് ഭീഷണികൾ മാത്രം. UDF നേതാക്കൾക്കെതിരെ ഉണ്ടായ ആക്രമണങ്ങൾ ഒരു പരിധിവരെ പ്രതിരോധിച്ചതും പോലീസാണ്. KPCC എക്സിക്യൂട്ടീവ് അംഗം CR നജീബിന്റെ ഓഫീസിലേക്ക് കേരള കോൺഗ്രസ് B പ്രവർത്തകർ നടത്തിയ മാർച്ച് റോഡിൽ വെച്ച് തന്നെ പോലീസ് അതിവിദഗ്ധമായി തടഞ്ഞു. എന്നാൽ ഇതിന് പോലീസ് വലിയ വില കൊടുക്കേണ്ടി വന്നു. കേരള കോൺഗ്രസ് B പ്രവർത്തകരും നേതാക്കളും പോലീസിനെ തെറി വിളിച്ച് നിർവൃതിയടയുന്ന കാഴ്ച ദൃശ്യമായിരുന്നു. താഴെത്തൊട്ടിലുള്ള പ്രവർത്തകർ മുതൽ ഉയർന്ന നേതാക്കൾ വരെ പോലീസിനെ തെറി വിളിച്ച് അപമാനിച്ചു. ഹർത്താൽ ദിവസമാണ് ഇത്തരത്തിൽ ഏറെ അപമാനം പോലീസിന് സഹിക്കേണ്ടി വന്നത്. പത്തനാപുരം ഇനിയും സമാധാനത്തിന്റെ പാതയിലേക്ക് എത്തിയിട്ടില്ല. ഇനിയും പോലീസിന് എന്തെല്ലാം സഹിക്കേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. അഞ്ചൽ അഗസ്ത്യക്കോട് പഴയ LP സ്കൂളിന് സമീപം അപകട ഭീഷണി ഉയർത്തിയ മരങ്ങൾ മുറിച്ചു നീക്കുന്നു. ഭയമില്ലാതെ കുട്ടികൾക്ക് ഇനി സ്കൂളിന് മുന്നിൽ കളിച്ചു നടക്കാം. അഞ്ചൽ അഗസ്ത്യക്കോട് പഴയ LP സ്കൂളിലെ കെട്ടിടങ്ങളോട് ചേർന്ന് നിൽക്കുന്ന 3 വൻമരങ്ങളാണ് മുറിച്ചു നീക്കുന്നത്. ഇതിന്റെ ചില്ലകൾ ഒടിഞ്ഞു വീണ് കെട്ടിടത്തിന്റെ ഓടുകൾ പൊട്ടുന്നത് പതിവായിരുന്നു. മരങ്ങൾ ഭീഷണിയായി നിന്നതുമൂലം ഭീതിയോടെയായിരുന്നു രക്ഷകർത്താക്കൾ കുട്ടികളെ സ്കൂളിലേക്ക് അയച്ചിരുന്നത്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിൽ വൻമരങ്ങൾ വാഹനയാത്രികർക്കും ഏറെ ഭീഷണി സൃഷ്ടിച്ചിരുന്നു. പ്രദേശവാസികളുടെ നിരന്തര പരാതിയെ തുടർന്നാണ് അധികൃതർ മരങ്ങൾ മുറിച്ചു മാറ്റാൻ തയ്യാറായത്. അപകട ഭീഷണി ഉയർത്തുന്ന നിരവധി വൻമരങ്ങൾ അഗസ്ത്യക്കോട് മേഖലയുടെ പല ഭാഗങ്ങളിലായി ഇനിയും നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പുനലൂർ നഗരസഭ നീർത്തട സംരക്ഷണ പദ്ധതി അഡ്വക്കേറ്റ് K രാജു MLA ഉദ്ഘാടനം ചെയ്തു. പുനലൂർ NSS ഹാളിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ജൈവ പച്ചക്കൃഷിയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടാൻ നമ്മൾ നടത്തുന്ന പരിശ്രമം പോലെ തന്നെ പാലുൽപാദനത്തിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ പാല് കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന മറ്റുൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിലെല്ലാം സ്വയം പര്യാപ്തത നേടാൻ വേണ്ടി കഴിയണം. അതിനാവശ്യമായിട്ടുള്ള പ്രോത്സാഹനം സർക്കാരിന്റെ ഭാഗത്തു നിന്നും തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ അതുകൂടെ പരിഗണിച്ചിട്ടാകും നമ്മുടെ ഇന്റർഗ്രേറ്റഡ് വാട്ടർ മാനേജ്മെന്റ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പ്രോഗ്രാം നടപ്പിലാക്കുന്ന ഏരിയയിലെ കൃഷിക്കാർക്ക് പലതരത്തിലുള്ള ഗ്രാന്റുകളും മറ്റും കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ഷീര കർഷകർക്ക് ഈ സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നൽകാവുന്ന ഗ്രാന്റുകൾ
പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വികലാംഗർക്കുള്ള സഹായ ഉപകരണങ്ങളും അഡ്വക്കേറ്റ് കെ രാജു MLA വിതരണം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് PA അനസ് സ്വാഗതം പറഞ്ഞു. വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവിയമ്മ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ D ദിനേശൻ, വസന്ത രഞ്ജൻ, സുശീല രാമചന്ദ്രൻ, മിനി മധുകുമാർ, LDF പാർലമെന്ററി പാർട്ടി സെക്രട്ടറി S ബിജു, മുൻ വൈസ് ചെയർമാൻ VP ഉണ്ണികൃഷ്ണൻ, വത്സ JP ജോൺ, K ധർമ്മരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടറിവ് വിഷയത്തിൽ പ്രൊഫസർ OV രാജു പരിശീലന ക്ലാസ് എടുത്തു. പുനലൂർ നഗരസഭയും പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. 9 കോടി രൂപയുടെ നീർത്തട സംരക്ഷണ പദ്ധതിയാണ് പുനലൂരിനായി വിഭാവന ചെയ്തിട്ടുള്ളത്. നഗരസഭയിൽപ്പെട്ട മുക്കടവ്, കലയനാട്, വട്ടമൺ ഭാഗങ്ങളിലായി നീർത്തടങ്ങളാണ് ഈ പദ്ധതിയിലൂടെ സംരക്ഷിക്കുന്നത്. പദ്ധതി വഴി ക്ഷീര കർഷകർക്ക് ഗ്രാന്റുകളും വിതരണം ചെയ്തു. 2013 ആരംഭിച്ച പദ്ധതി 2018 അവസാനിക്കും. 90% കേന്ദ്ര ഫണ്ടും 10% സംസ്ഥാന വിഹിതവുമാണ് പദ്ധതിക്കായി മാറ്റിവച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ, സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. മൊബൈൽ 9442555870. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഓഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഓഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോൺടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഓഫ്താൽമോളജി. ദിവസേന വേദനരഹിത, തുന്നൽരഹിത, രക്തരഹിത തിമിര ശസ്ത്രക്രിയകൾ ആശുപത്രിവാസമില്ലാതെ മിതമായ നിരക്കിൽ ചെയ്യപ്പെടുന്ന പുനലൂരിലെ ഏക സ്ഥാപനം. ഫോൺ 8891949693. സ്റ്റൈൽ ബാത്ത്. സ്റ്റൈൽ ബാത്ത്. Classy sanitary wears. From the house of luxury sanitary wears, Style Bath, കൊട്ടാരക്കര, ആയൂർ, പുനലൂർ. സ്വപ്ന വസ്ത്രങ്ങളുടെ പരവതാനി വിരിച്ച് ആധുനികം മുതൽ പരമ്പരാഗതം വരെയുള്ള ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ജോസ് ടെക്സ്റ്റൈൽസ്, വാൻ ഹ്യൂസൺ, ലൂയി ഫിലിപ്പ്, സീറോ, പാർക്കർ, പാൻ അമേരിക്ക, പീറ്റർ ഇംഗ്ലണ്ട്, സിട്രസ്, രാംരാജ്, ലിവിൻ ട്രൗസേഴ്സ്, യൗവൻ ചുരിദാർ മെറ്റീരിയൽസ്, ബേബി കെയർ പ്രോഡക്ട്സ് എന്നിവ. ജോസ് ടെക്സ്റ്റൈൽസ്, PO ജംഗ്ഷൻ, പുനലൂർ. പരുത്തിപ്പാറ, തിരുവനന്തപുരം. ഫോൺ 0471-254-5858. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ്. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, BCom, MCom, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ. പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം, MJ ആർക്കേഡ്, പുനലൂർ. ഫോൺ 9447154898. BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം.
ഇടിമണ്ണിക്കൽ ഫാഷൻ ജ്വല്ലറി പുനലൂർ. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ഫാഷൻ ജ്വല്ലറി കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, മുണ്ടക്കയം, റാന്നി, മുക്കൂട്ടുതറ, ചിറ്റാർ, പുനലൂർ. സുവർണ വിസ്മയമായ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിലേക്ക് ഏവർക്കും സ്വാഗതം. സെന്റ് മറിയം പോളിടെക്നിക് കോളേജ്, ആലക്കുളം, തെങ്കാശി. തെങ്കാശി തിരുനെൽവേലി പ്രധാന പാതയ്ക്ക് സമീപം ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെ പൂർണ്ണതയായി സെന്റ് മറിയം പോളിടെക്നിക് കോളേജ്, ദ പെർഫെക്റ്റ് ന്യൂ ജനറേഷൻ പോളിടെക്നിക് കോളേജ്. Canteen facility, special coaching for campus interviews. We give 8 diploma level courses: diploma in civil engineering, mechanical engineering, electrical and electronics engineering, electronics and communication engineering, computer engineering, automobile engineering, marine engineering and instrumentation and control engineering. Library, scholarship for well-scored students, Malayali management, Kerala food, 100% placement and transport facilities. St. Mariam Polytechnic College, ആലക്കുളം, തെങ്കാശി. സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ അവളിൽ സൗന്ദര്യം നിറയും. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ അവൾ കാത്തിരിക്കും. ആ കാത്തിരിപ്പ് അവളുടെ മംഗല്യ മുഹൂർത്തത്തിലാവുമ്പോൾ അതിന് എന്തെന്നുമില്ലാത്തൊരു ശോഭ നൽകും. ആ ശോഭയിൽ അവൾ തിളങ്ങും ഒരു രാജകുമാരിയെ പോലെ. ഷൈനിങ് ഗോൾഡ് 916 ഹാൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. കേരള ഫാഷൻ ജ്വല്ലറി, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, മെയിൻ റോഡ്, പത്തനാപുരം. ഫോൺ 0475235545. ചാനൽ ലൈവ് വാർത്ത ഫലം കണ്ടു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ കോക്കാട് വെഞ്ചേമ്പ് റോഡിന് പണം അനുവദിക്കാമെന്ന് ഉറപ്പു നൽകി. വാർത്ത ഫലം കണ്ടു. വെഞ്ചേമ്പ് കോക്കാട് റോഡിന്റെ വശങ്ങൾ ഇടിഞ്ഞ് അഗാധമായ ഗർത്തം രൂപം കൊണ്ടത് ലൈവ് വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നു. വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പഞ്ചായത്ത് ഇടപെട്ടത്. ഏപ്രിൽ ആദ്യവാരമാണ് വിഷയം ലൈവ് വാർത്ത അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ആദ്യം വാർത്തയിലേക്ക്. ബസ് ഉൾപ്പെടെ ദിനംപ്രതി വലുതും ചെറുതുമായ 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിന് വശത്തായാണ് മണ്ണിടിഞ്ഞ് അഗാധമായ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. സ്ഥലം ഇടിഞ്ഞ് അള്ളയായിട്ടിരിക്കുക. ആ ഭാഗം വളരെ ഡേഞ്ചറാണ്. പിന്നെ ജനങ്ങൾക്ക് വാഹനം അടുത്ത കാലവർഷത്തിൽ ഇത് ഇടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് എത്രയും പെട്ടെന്ന് അധികാരികളുടെ ഇതിന് വേണ്ടുന്ന ശ്രദ്ധ എടുക്കണം. കണ്ണൊന്നു ചിമ്മിയാൽ ഏതു നിമിഷവും അപകടം പതിയിരിക്കുന്ന അവസ്ഥ. 100 അടിയോളം താഴ്ചയുള്ള വയലിലേക്കാവും വാഹനങ്ങൾ പതിക്കുക. ഗ്രാമപഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് പരാതി. റോഡിന്റെ വശങ്ങൾ കോൺക്രീറ്റ് ചെയ്തോ കരിങ്കൽ ഭിത്തി കെട്ടി ഉയർത്തിയോ അടിയന്തരമായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വലിയ ദുരന്തത്തിന് സാക്ഷിയാകേണ്ടി വരും. നൂറ്റാണ്ട് മുമ്പ് കാളവണ്ടി കടന്നു പോകുന്നതിനു വേണ്ടി നിർമ്മിച്ച റോഡാണിത്. കാലം കടന്നിട്ടും അവികസനത്തിന്റെ മാറാപ്പ് സമ്മാനിച്ച അഗാധമായ ഗർത്തം മാത്രമാണ് ബാക്കി. അവികസിതമായ മേഖലയിൽ പോലും ദേശീയപാത നിലവാരത്തിൽ റോഡുകൾ വന്നിട്ടും നൂറ്റാണ്ട് പഴക്കമുള്ള റോഡിനെ അവഗണിക്കുകയാണെന്ന് ആക്ഷേപമുയരുന്നു. വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയ താൽപര്യം ലക്ഷ്യമിടുന്നത് മൂലം പ്രദേശത്ത് വികസന മുരടിപ്പാണെന്നും ആക്ഷേപമുയരുന്നുണ്ട്. കാളവണ്ടി യുവത്തെ പോലും വെല്ലുന്ന നിലയിലുള്ള അവികസനത്തിന്റെ ഒരു മാറാപ്പ് പേറുന്ന ഗതികേടിലാണ് വെഞ്ചേമ്പ് നിവാസികൾ. ഇപ്പോൾ ഈ കാണുന്ന ഈ പ്രദേശം എന്ന് പറയുന്നത് ഒരു 100 അടിയോളം താഴ്ചയിലുള്ള ഒരു കൊക്കയാണ്. ഇത് നൂറ്റാണ്ടിന് ശേഷം യാതൊരു വികസന പ്രവർത്തനവും ഈ പ്രദേശത്ത് റോഡിനെ സംബന്ധിച്ച് നടന്നിട്ടില്ല. അന്നുണ്ടായിരുന്ന റോഡിനേക്കാൾ ഉപരി അവികസിതമായ ജനസാന്ദ്രത കുറഞ്ഞ പല പ്രദേശത്തും ഹൈവേ നിലവാരത്തിലുള്ള റോഡുകൾ വന്നിട്ട് പോലും ഈ പ്രദേശത്ത് ആ യുഗത്തിലുള്ള റോഡുകളുമായിട്ട് കഴിഞ്ഞുകൂടാനാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ വിധി. പല പ്രബല രാഷ്ട്രീയ സംഘടനകളുടെയും ജനപ്രതിനിധികളും വലിയ നേതാക്കളും ഒക്കെ ഉള്ള ഈ പ്രദേശത്ത് വികസനത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ മുന്നിൽ നിർത്തിയുള്ള ചില കളികളാണ് നടക്കുന്നത്. അടിയന്തരമായി പഞ്ചായത്ത് അധികൃതർ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് അധികൃതർ ബന്ധപ്പെട്ട് PWDയുടെ അധീനതയിലുള്ള ഈ റോഡിൻ്റെ വികസനം ഇവിടെ കോൺക്രീറ്റ് കെട്ടോ മറ്റോ ഒക്കെ നടത്തി ഈ നാട്ടാരെയും സുരക്ഷയുടെ പാതയൊരുക്കണമെന്നാണ് വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലം സന്ദർശിച്ചു. സ്ഥലത്തിന്റെ ഭീകരാവസ്ഥയും റോഡിന്റെ അപകടാവസ്ഥയും നേരിൽ കണ്ട് മനസ്സിലാക്കി. ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധിക്കാതിരുന്നാൽ ഉണ്ടാക്കാവുന്ന അപകടങ്ങളും ചൂണ്ടിക്കാട്ടി. അടിയന്തരമായി PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും പണം അനുവദിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. വെഞ്ചേമ്പ് ഭാഗം വളരെ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. റോഡിന്റെ മുകൾ ഭാഗം മാത്രം താറിട്ടതായിട്ട് തോന്നുമെങ്കിലും അടിഭാഗത്ത് വയലിൽ നിന്ന് നോക്കിയപ്പോൾ ഇടിഞ്ഞ് താന്ന് ഏത് സന്ദർഭത്തിലും കാലവർഷമൊക്കെ ശക്തിപ്പെടുന്ന ഒരു ഘട്ടം വരികയാണെങ്കിൽ ഒരു അപകടത്തിന്റെ തന്നെ സാധ്യതയാണ് കാണുന്നത്. ഇതുപോലെയാണ് കഴിഞ്ഞ ദിവസം ശാസ്താകോട്ടയിൽ കല്ലടയാറിന്റെ തന്നെ തീരത്ത് ഇതുപോലെ ഇടിഞ്ഞു ഇടുന്നത് ശ്രദ്ധിക്കാതിരുന്നതിന്റെ പേരിൽ ഒരു റോഡ് പൂർണ്ണമായും ഒലിച്ചുപോയി 1-2 വീടുകളും അവിടെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഞങ്ങൾ പോയി കാണുകയുണ്ടായി.
കുന്നിക്കോടാണെങ്കിൽ 100 വർഷം പഴക്കമുള്ള ഒരു പാല് യഥാസമയം പണിയാഞ്ഞതിൻ്റെ പേരിലാണ് അതും ഇങ്ങനെ ഒലിച്ചു പോയത്. അതേപോലുള്ള ഒരു ദുർഗതി ഈ റോഡിനും ഉണ്ടാവും എന്നാണ് ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്ന് തന്നെ PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെയും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരെയും മറ്റുമെല്ലാം അറിയിച്ചുകൊണ്ട് അവർ സ്ഥലം സന്ദർശിക്കാനും ഒരു അടിയന്തര എസ്റ്റിമേറ്റ് തയ്യാറാക്കി വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് കെട്ടി സംരക്ഷിച്ച് ജനങ്ങളുടെ ഭീതി അകറ്റാനും വരാൻ പോകുന്ന ഒരു അപകടം ഒഴിവാക്കാനും ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതായിരിക്കും. എന്നാൽ വിഷയത്തിന്റെ ഭീകരാവസ്ഥ കൂടുതൽ വ്യക്തമാക്കുന്ന രീതിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിക്കുന്നതിൽ പ്രദേശവാസികൾ കഴിഞ്ഞിട്ടില്ല. ഏകദേശം 50 മീറ്ററെങ്കിലും ദൂരത്തിൽ കെട്ടി സംരക്ഷിച്ചെങ്കിൽ മാത്രമേ പൂർണ്ണ ഫലം ലഭിക്കുകയുള്ളൂ. അത്തരത്തിൽ ഒരു നടപടിക്ക് ശുപാർശ ചെയ്യുവാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനോട് നേരിൽ കണ്ട് അഭ്യർത്ഥിക്കുമെന്നും പൊതുപ്രവർത്തകനായ വെഞ്ചിയം ജലീൽ അറിയിച്ചു. വളരെ സന്തോഷകരമായൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഫണ്ടിൽ നിന്നും ഈ ഒരു ഗർത്തത്തിൽ നിന്നും ആളുകളെ രക്ഷിക്കുക, ഒരു ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് കെട്ടിപ്പൊക്കിക്കൊണ്ട് ഒരു നല്ല വികസനം തന്നെയാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. നിർഭാഗ്യവശാൽ അദ്ദേഹം ഇവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ധരിപ്പിക്കുന്നതിൽ പ്രദേശവാസികൾക്ക് കഴിയാതെ പോയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ അദ്ദേഹത്തെ വിഷയം നേരിട്ട് ധരിപ്പിക്കുന്നത്. ഇതിനോടനുബന്ധിച്ചുള്ള ആ കലങ്ങ് വരെയുള്ള 50 മീറ്റർ ഭാഗം സർക്കാരിൻ്റെ പുറമ്പോക്കാണ്. അത് റോഡിൻ്റെ പുറമ്പോക്കാണ്, റവന്യൂ ഭൂമിയാണ്. ആ ഭൂമിയിൽ കൂടി ഈ മുഴുവനും ഇടിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ ഗർത്തങ്ങളാണ്. ആ ഗർത്തങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തിയാൽ മാത്രമേ ഉദ്ദേശിച്ച ഫലം സിദ്ധിക്കുകയുള്ളൂ. ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ ഭരണാധികാരികളും അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടുകയും ഈ നടക്കുന്ന പുനരുദ്ധാരണത്തോടൊപ്പം ആ കലങ്ക് ജംഗ്ഷൻ വരെയുള്ള പുനരുദ്ധാരണവും കൂടി ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തുകൊണ്ട് നടപ്പിലാക്കണമെന്നാണ് നാട്ടുകാരുടെ പൊതുവായ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് നാശത്തിന്റെ വക്കിൽ. യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാലാണ് കെട്ടിടം തകർച്ച നേരിടുന്നത്. അഞ്ചലിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആറോ ജംഗ്ഷനിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് പൂർണ്ണമായും നാശത്തിന്റെ വക്കിലാണ്. യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് ഇതിന്റെ പ്രധാന കാരണം. ഇടനാഴികളും ഒഴിഞ്ഞ പ്രദേശങ്ങളും മദ്യക്കുപ്പികളും ചപ്പുചവറുകളും കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ അവസ്ഥയിലാണ്. ദുർഗന്ധവും മാലിന്യങ്ങളും മൂലം ആളുകൾക്ക് കോംപ്ലക്സിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. കൃത്യമായി പഞ്ചായത്ത് അധികൃതർ വാടക പിരിക്കാറുണ്ടെങ്കിലും കെട്ടിടത്തിന്റെ കേടുപാടുകൾ തീർക്കാൻ അധികാരികൾ തയ്യാറല്ല. മുകളിലെ മേൽക്കൂരയിൽ നിന്നും ഷീറ്റ് അടർന്നു വീണിട്ട് മാസങ്ങളായി. മറ്റൊരു ഷീറ്റിട്ട് അടയ്ക്കാൻ വ്യാപാരികൾ പഞ്ചായത്തിൽ അറിയിച്ചെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. മഴ പെയ്യുമ്പോൾ വെള്ളം കെട്ടിടത്തിനുള്ളിലേക്ക് വീണ് മറ്റു മുറികളിലേക്കും വെള്ളം കയറി പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞു വീണിരിക്കുകയാണ്. കെട്ടിടത്തിനു മുകളിൽ മരങ്ങളും തഴച്ചു വളരുന്നു. കെട്ടിടം പുതുക്കി പണിയുമെന്ന് പഞ്ചായത്ത് അധികാരികൾ പറഞ്ഞു തുടങ്ങിയിട്ട് വർഷങ്ങളായി. പ്രഖ്യാപനം വാക്കുകളിൽ മാത്രമായി ഒതുങ്ങുന്നു. ഇനിയും ഇത് പൊളിച്ചു മാറ്റുകയോ പുതുക്കുകയോ ചെയ്തില്ലെങ്കിൽ പല ഭാഗങ്ങളും അടർന്ന് റോഡിൽ പതിക്കും. ഇത് ഒരു വൻ ദുരന്തത്തിന് കാരണമാകുകയും ചെയ്യും. രാത്രികാലങ്ങളിൽ ഇവിടെ മദ്യപാനികളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമാണ്. രാവിലെ ഷോപ്പിംഗ് കോംപ്ലക്സിലെ മുറികൾ തുറക്കാൻ വരുന്നവരെ സ്വീകരിക്കുന്നത് സാമൂഹ്യ വിരുദ്ധർ ഉപേക്ഷിച്ചു പോകുന്ന കഞ്ചാവ് പൊതികളും ഒഴിഞ്ഞ മദ്യക്കുപ്പികളുമാണ്. ഈ റൂമിലോട്ട് കയറി വരുന്നതിന് ഇവിടെ മേളിൽ ഒരുപാട് റൂമുകളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ആൾക്കാർക്ക് ഈ സ്റ്റെയർ കേസ് വഴി ഒരു സ്റ്റെയർ കേസ്, 2 സ്റ്റെയർ കേസ് ഉണ്ട്. 2 സ്റ്റെയർ കേസിൽ ഏതെങ്കിലും വഴി വരുന്നതിന് ഇവിടെ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ചപ്പും ചവറും എല്ലാം കൂടെ കൊണ്ടിടും. രാത്രി കാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ വെള്ളമൊക്കെ അടിച്ചുകൊണ്ട് ഇവിടെ കഞ്ചാവ് ഒക്കെ വലിച്ചുകൊണ്ട് ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ വേസ്റ്റൊക്കെ ഇവിടെ കൊണ്ടാ തട്ടുന്നു. ഈ സ്റ്റെപ്പ് വഴി മേലോട്ട് കയറാൻ നോക്കത്തില്ല. ഇവിടെ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. കാരണം വരുന്നുണ്ട്. പഞ്ചായത്ത് പല പ്രാവശ്യം പരാതി പറഞ്ഞിട്ടുണ്ട്. അവരിപ്പം നോക്കാമെന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റെയർ കേസിൻ്റെ മേളിൽ 2 ഷീറ്റ് പോയിട്ടുണ്ട്. ആ ഷീറ്റ് മാറി അതിലിവിടെയൊക്കെ വേസ്റ്റൊക്കെ ഒരുപാട് ഇറങ്ങുന്നത്, വെള്ളം ഇറങ്ങുന്നത്, ഇവിടെ എല്ലാം ചീത്തയായി കിടക്കുന്നത്. ഇപ്പം ചോദിച്ചാൽ ഇത് പൊളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് പൊളിച്ചാൽ കളഞ്ഞാൽ മതിയായിരുന്നു. പിന്നെ നമ്മൾ പൊളിക്കത്തുമില്ല, പിന്നെ വേറെ ഉണ്ടാക്കത്തുമില്ല. നമുക്കിവിടെ ഇരുന്നല്ലേ ഒക്കത്തുള്ളൂ. നമുക്ക് വേറെ മറ്റു പണികളൊന്നുമില്ല. പഞ്ചായത്ത് ഓഫീസിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന അഞ്ചലിലെ പ്രധാന ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് ഇതൊക്കെ അരങ്ങേറുന്നത് എന്നത് അത്യന്തം ലജ്ജാവഹമാണ്. ഇത് പൊളിച്ചു മാറ്റുകയോ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയോ ചെയ്തില്ലെങ്കിൽ അത് ഒരു സമൂഹത്തിന് തന്നെ നാശവും ആപത്തുമായി തീരും എന്നതിൽ സംശയമില്ല. ലൈവ് വാർത്ത, അഞ്ചൽ. തെന്മല ഗ്രാമപഞ്ചായത്തിലെ അനധികൃത അറവുശാലകൾ പ്രവർത്തിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അറിവോടെയെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും CPM ഇടമൺ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ A. ജോസഫ്. ലൈവ് വാർത്ത പുറത്തുകൊണ്ടുവന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് പ്രതികരണം.
തെന്മല ഗ്രാമപഞ്ചായത്തിൽ അനധികൃത അറവുശാലകൾ പ്രവർത്തിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് സമിതിയുടെ അറിവോടെയെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും CPM ഇടമൺ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ A. ജോസഫ് ആരോപിച്ചു. ഇടമണിൽ കഴിഞ്ഞ ദിവസം പോത്തിന്റെ പുറത്ത് തീയതി എഴുതിവെച്ച് കശാപ്പ് ചെയ്യുന്ന രീതി ലൈവ് വാർത്ത പുറത്തു കൊണ്ടുവന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രതികരണം. കഴിഞ്ഞ 2 വർഷമായി മാംസവ്യാപാരത്തിന് ലേലം കൊള്ളാതെ അനധികൃതമായി നടത്തുന്ന കച്ചവടത്തിന് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഒത്താശയുണ്ടെന്നും കൂടാതെ കോൺഗ്രസ് നേതാക്കൾ മാസപ്പടി വാങ്ങുന്നതായും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഇറച്ചി കൈക്കൂലിയായി വാങ്ങുന്നതായും A. ജോസഫ് ആരോപിച്ചു. പഞ്ചായത്തിന്റെ കോൺഗ്രസിന്റെ പല ഉന്നത നേതാക്കന്മാരും ഈ ഇറച്ചി വ്യാപാരവുമായി ബന്ധപ്പെട്ട് ആ വ്യാപാരികളുടെ നിന്ന് മാസം പൈസകൾ പടിമേടിക്കുന്ന ഒരു സമീപനമുണ്ട്. അതുകൂടാതെ പഞ്ചായത്ത് അംഗങ്ങൾ ആഴ്ചയിൽ 2 കിലോ വീതം ഇറച്ചി ഈ വ്യാപാരികളുടെ നിന്ന് മേടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ്. ഇത് എല്ലാം സമഗ്രമായ ഒരു അന്വേഷണത്തിന് വിധേയമാക്കണം എന്നാണ്. നിയമലംഘനങ്ങൾക്ക് പരാതി കൂടാതെ തന്നെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട മുൻ പ്രസിഡന്റ് ഗുണനിലവാരമുള്ള മാംസം ലഭിക്കുന്നതിനുള്ള സൗകര്യം പഞ്ചായത്ത് അധികൃതർ ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടു. പഞ്ചായത്തിൽ ഇപ്പം നിലവിൽ സ്ലാട്ടർ ഹൗസ് ഇല്ല. 2010 കൂടി സ്ലാട്ടർ ഹൗസ് ഇല്ലാത്തതുകൊണ്ട് ഇറച്ചി ലേലം ചെയ്യേണ്ടതെന്ന ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇറച്ചിയുടെ ലേലം നടത്താതെ ഒരവസ്ഥ ഉണ്ടായത്. എന്നാൽ തുടർന്ന് പഞ്ചായത്ത് സ്ലാട്ടർ ഹൗസ് പണിതുകൊണ്ട് ലേലം പുനഃസ്ഥാപിക്കേണ്ടതായിരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലമായി UDFന്റെ പഞ്ചായത്ത് ഭരണസമിതി അതിന് വേണ്ടുന്ന ഒരു ഉത്സാഹം കാണിച്ചില്ല. കാരണം 1.5 കോടി രൂപ ഒരു വർഷം പഞ്ചായത്തിന് അധികമായി ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തിന് തെമ്മലയിൽ തന്നെയുള്ള പഞ്ചായത്തിന്റെ മാർക്കറ്റിൽ സ്ലോട്ടർ ഹൗസ് നിർമ്മിക്കാൻ കഴിയുമായിരുന്നു. അത് ചെയ്യാതെ പോലീസ് സ്റ്റേഷനും മറ്റും ആ സ്ഥലം വീതിച്ചു നൽകുന്നതിനുള്ള നടപടിയാണ് പഞ്ചായത്ത് സ്വീകരിച്ചത്. സ്ലോട്ടർ ഹൗസ് നിർമ്മിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ഇറച്ചി ലേലം നടത്തിയിരുന്നെങ്കിൽ പഞ്ചായത്തിന് ഒരു വർഷം 5 ലക്ഷം രൂപയിൽ അധികം വരുന്ന തുക പഞ്ചായത്തിന് വരുമാനം ഉണ്ടാകുന്നത് നഷ്ടപ്പെടുന്നതിനുള്ള ഒരു സമീപനമാണ് ഇപ്പോഴുള്ള പഞ്ചായത്തിന്റെ UDF പഞ്ചായത്ത് ഭരണസമിതി നടത്തിയിട്ടുള്ളത്. എന്നാൽ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടുവെന്നും ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് സമിതി ഗൗരവമായി ആലോചിച്ച് നടപടിയെടുക്കുമെന്നും തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധരൻ ലൈവ് വാർത്തയോട് പറഞ്ഞു. ഇടമൺ 34 ജംഗ്ഷനിൽ അനധികൃതമായി നടത്തുന്ന ഇറച്ചിക്കടയിൽ ഇറച്ചിക്ക് വേണ്ടി അല്ലെങ്കിൽ വെട്ടം നിർത്തിയിരിക്കുന്ന മൃഗത്തെ പ്രദർശിപ്പിച്ചു എന്നുള്ളൊരു വാർത്ത ലഭ്യമാകുന്നുണ്ടായി. വളരെ ഗുരുതരമായ വിഷയമായിട്ടാണ് പഞ്ചായത്ത് ഭരണസമിതിയെ കാണുന്നത്. തെന്മല പഞ്ചായത്തിൽ മാത്രമല്ല കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന പഞ്ചായത്തുകളിലും സ്ലോട്ടർ ഹൗസ് ഇല്ലാത്തതിൻ്റെ പേരിൽ സ്വാഭാവികമായും മാംസ വിൽപ്പന നിരോധിച്ചിട്ടുണ്ട്. ഇവിടെ തെന്മല പഞ്ചായത്തിലും തൊട്ടടുത്ത പല പഞ്ചായത്തുകളിലും ഇത്തരത്തിൽ സ്ലോട്ടർ ഹൗസ് ഇല്ലാത്തതിൻ്റെ പേരിൽ പരസ്യമായി മാംസ കച്ചവടം നടത്താൻ കഴിയില്ല എന്നുള്ള സാഹചര്യത്തിൽ ഇത്തരം പഞ്ചായത്തുകളിൽ ഇത് ലഭ്യമാകാത്ത സ്ഥിതിവിശേഷം ഉണ്ടായി. പക്ഷെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ആവശ്യമായ ഘടകമാണെന്നുള്ളതുകൊണ്ടും ജനങ്ങളുടെ ആവശ്യപ്രകാരത്തെ തുടർന്നാണ് പഞ്ചായത്ത് ഭരണസമിതികൾ പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ണടയ്ക്കുന്നത്. പക്ഷേ ഇതിനെ ഒരു മറയായി കണ്ടുകൊണ്ട് ഈ അനധികൃതമായി ഇറച്ചി വെട്ടുന്ന ആൾക്കാർ തന്നെ ഇത്തരത്തിൽ നമ്മുടെ സാമൂഹികമായ അല്ലെങ്കിൽ സംസ്കാരത്തിനും നിരക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് തികച്ചും പ്രതിഷേധാർഹമാണ്. എന്തായാലും ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറിയായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. വളരെ അടിയന്തരമായി ഇത്തരത്തിൽ ഇത്തരം പ്രവർത്തനം നടത്തിയ ഇറച്ചിക്കട അടച്ചുപൂട്ടുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. കഴിഞ്ഞ 2 വർഷക്കാലമായി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനധികൃതമായി മാംസവ്യാപാരം നടക്കുന്നുണ്ട്. മതിയായ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന കോഴിക്കടകളുടെ എണ്ണവും ദിനംപ്രതി വർദ്ധിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന രോഗം ബാധിച്ച മാടുകളെയാണ് അധികവും കശാപ്പ് ചെയ്യുന്നത്. സംഭവം ചോദ്യം ചെയ്യുന്നവരെ കശാപ്പ് കത്തിയുമായി ആക്രമിക്കാനെത്തുന്ന കച്ചവടക്കാരുടെ സ്ഥിരം പല്ലവിയും ഇവിടെ പതിവാണ്. ഇതിനൊക്കെ ഓശാനപ്പെടുന്ന ചില രാഷ്ട്രീയക്കാരാണ് ഇവർക്കൊക്കെ താങ്ങുന്നണലും എന്നതും ഖേദകരം. ന്യൂസ് ബ്യൂറോ, തെന്മല. മരം കടപുഴകി വീണതിനെ തുടർന്ന് പാതയോരത്തുണ്ടായ കൂറ്റൻ കുഴി അപകട ഭീഷണി ഉയർത്തുന്നു. തിരുവനന്തപുരം ചെങ്കോട്ട അന്തർ സംസ്ഥാന പാതയിൽ കുളത്തൂപ്പുഴ മൈലമൂട്ടിലാണ് കുഴി ഭീഷണിയായി മാറുന്നത്. തിരുവനന്തപുരം ചെങ്കോട്ട അന്തർ സംസ്ഥാന പാതയിൽ കുളത്തൂപ്പുഴ മൈലമൂട്ടിൽ മരം കടപുഴകി വീണതിനെ തുടർന്നുണ്ടായ കൂറ്റൻ കുഴി അപകട ഭീഷണി ഉയർത്തുന്നു. ഒരാഴ്ച മുമ്പുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് അന്തർ സംസ്ഥാന പാതക്കരികിൽ നിന്ന കൂറ്റൻ മരം കടപുഴകിയത്. ഇതിനെ തുടർന്ന് 6 അടിയോളം താഴ്ചയിൽ കുഴി രൂപപ്പെടുകയും ചെയ്തു. കുഴി രൂപപ്പെട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോഴും അധികൃതരുടെ ഭാഗത്തു നിന്നും കുഴി നികത്തുന്നതിന് യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. നിത്യവും 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയുടെ വശത്തായി കുഴി രൂപപ്പെട്ടത് ഇരുചക്ര വാഹനങ്ങൾ അടക്കം അപകടത്തിൽപ്പെടാൻ കാരണമാകുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ഈ കുഴിയിൽ വീണ് ബൈക്ക് യാത്രികർക്ക് പരിക്ക് പറ്റിയിരുന്നു. ഇതിനെ തുടർന്ന് നാട്ടുകാർ അധികൃതർക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും നടപടി ഉണ്ടായില്ല. മഴ കൂടി ശക്തമായതോടെ റോഡിന്റെ വശം ഇടിഞ്ഞു താഴുന്നതും അപകടങ്ങൾക്ക് തീവ്രത വർദ്ധിപ്പിക്കും. അടിയന്തരമായി കുഴി നികത്തി അപകട ഭീഷണി ഒഴിവാക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്.
മൊത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി ആൻഡ് ഗോൾഡ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBT സമീപം, മെയിൻ റോഡ്, പുനലൂർ. എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്യാസ് സ്റ്റവുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ഇൻവെർട്ടറുകൾ, ഡിജിറ്റൽ UPSകൾ തുടങ്ങി എല്ലാവിധ ഗൃഹോപകരണങ്ങളും, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ എന്നിവയുടെ വിൽപ്പനയും സർവീസും അഹൂജ, സ്റ്റുഡിയോ മാസ്റ്റർ എന്നീ കമ്പനികളുടെ പബ്ലിക് അഡ്രസ് സിസ്റ്റവും ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, സ്പെയറുകൾ, കോർ ഓഡിയോ സിസ്റ്റംസ്, കേബിൾ TV ഐറ്റംസ് എന്നിവയും DTH സെയിൽസ് ആൻഡ് റീചാർജിംഗ് സേവനവും ലഭ്യമാണ്. കുരുമ്പേലിൽ സമ്മാന പെരുമഴ ഓഗസ്റ്റ് മുതൽ ഡിസംബർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിലുണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, ഫിനോലിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 222120. ഡേറ്റാടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, ശിവൻകോവിൽ റോഡ്, പുനലൂർ. കേരള യൂണിവേഴ്സിറ്റി ലേണേഴ്സ് സപ്പോർട്ട് സെന്ററായ ഡേറ്റാടെക് BBA, BCA, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCom കോർപ്പറേഷൻ, BA ഇംഗ്ലീഷ് തുടങ്ങിയ UG കോഴ്സുകൾ, MPA, MCom ഫിനാൻസ്, MA ഇംഗ്ലീഷ് തുടങ്ങിയ PG കോഴ്സുകളിലും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ കാൽനൂറ്റാണ്ട് പിന്നിടുന്ന പരിചയ സമ്പന്നതയ്ക്കൊപ്പം മികവുറ്റ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും. സിവിൽ, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ തുടങ്ങി 3 വർഷ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. ഡേറ്റാടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, ശിവൻകോവിൽ റോഡ്, പുനലൂർ. KMK ആയുർവേദ കമ്മ്യൂണിറ്റി കോളേജ്, KMK ഹോസ്പിറ്റൽ കോംപ്ലക്സ്, കുന്നിക്കോട് PU, കൊല്ലം. 1 വർഷം കൊണ്ട് ജോലി നേടുവാൻ ആയുർവേദ നഴ്സിംഗ് 62 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ഡോക്ടർ K മൊയ്തീൻ കുഞ്ഞ് ലബയുടെ മേൽനോട്ടത്തിൽ കുന്നിക്കോട് KMK ആയുർവേദ ആശുപത്രിയിൽ കഴിഞ്ഞ 13 വർഷമായി ആയുർവേദ നഴ്സിംഗ് ആൻഡ് പഞ്ചകർമ്മ കോഴ്സ് നടത്തിവരുന്നു. ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. പെട്രോ ടൈൽസ്, എക്സ്റ്റീരിയർ ഡിസൈനർ ടൈൽസ്, പേവിംഗ് ബ്ലോക്സ്, വോൾ ടൈൽ, ഫ്ലോർ ടൈൽ എന്നിവ നിർമ്മിക്കപ്പെടുന്നു. വിവിധ ഡിസൈനുകളിലുള്ള ടൈലുകൾ തിരഞ്ഞെടുക്കാം. ഹോളോ ബ്രിക്സ്, കോൺക്രീറ്റ് ബ്ലോക്കുകൾ, ഇഷ്ടിക, മെറ്റൽ, പാറമണൽ, സിമന്റ്, സ്റ്റീൽ, AC ഷീറ്റ്, കമ്പി, പെയിന്റ് ആൻഡ് സാനിറ്ററി, റൂഫിംഗ് ഷീറ്റ്, സെറാമിക് ടൈലുകൾ തുടങ്ങി മേൽത്തരം കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ലഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. ഫോൺ 0475 2226636. പത്തനാപുരത്തെ UDF കേരള കോൺഗ്രസ് B സംഘർഷത്തെ തുടർന്ന് നെടുവത്തൂരിലെ ഫയർ സ്റ്റേഷൻ ഉദ്ഘാടനം മാറ്റിവെച്ചു. KB ഗണേഷ് കുമാർ MLA അധ്യക്ഷനാകേണ്ട ചടങ്ങാണ് മാറ്റിവെച്ചത്. ആവണീശ്വരം നെടുവന്നൂർ പാലത്തിന് സമീപം സ്റ്റേഷന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. വെള്ളിയാഴ്ച ഉദ്ഘാടനം നടക്കുമെന്നായിരുന്നു നേരത്തെയുള്ള പ്രഖ്യാപനം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയായിരുന്നു ഉദ്ഘാടകനായി എത്തേണ്ടിയിരുന്നത്. KB ഗണേഷ് കുമാറും രമേശ് ചെന്നിത്തലയും ഒരുമിച്ച് പങ്കെടുക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രശ്ന സാധ്യത കണക്കിലെടുത്താണ് മാറ്റിവെക്കാൻ തീരുമാനിച്ചത്. 2 അഗ്നിശമന യൂണിറ്റുകളും ആംബുലൻസും അടങ്ങുന്ന ഫയർ യൂണിറ്റാണ് ഇവിടെ അനുവദിച്ചത്. സ്റ്റേഷൻ ആവശ്യമായ താൽക്കാലിക കെട്ടിടം നിർമ്മിച്ച് പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു തീരുമാനം. 2 വർഷത്തിനകം പുതിയ കെട്ടിടം നിർമ്മിക്കും. നെടുവന്നൂർ പാലത്തിന് നിർമ്മാണത്തിനായി സ്ഥാപിച്ച കമ്പർട്ട് സ്റ്റേഷനും മുറികളും ഫയർ സ്റ്റേഷന്റെ ഓഫീസിനായി ഉപയോഗിക്കും. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്തനാപുരത്ത് നടന്ന സംഘർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിപാടി മാറ്റിവെക്കുകയായിരുന്നു. സ്റ്റേഷനിലേക്ക് നിയമിച്ച ഉദ്യോഗസ്ഥരെ പുനലൂർ, അടൂർ, കൊട്ടാരക്കര എന്നീ സ്റ്റേഷനുകളിലേക്ക് സ്ഥലം മാറ്റിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KB ഗണേഷ് കുമാർ MLAക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ DCC പ്രസിഡന്റ് പ്രതാപ് വർമ്മ തമ്പാൻ. KB ഗണേഷ് കുമാർ MLA രാഷ്ട്രീയത്തിലെ സദാചാര വിരുദ്ധനെന്നും തമ്പാൻ.
വെഞ്ചേമ്പ് കോക്കാട് റോഡിന് ജില്ലാ പഞ്ചായത്ത് തുക അനുവദിച്ചു. ലൈവ് വാർത്ത ഇമ്പാക്ട്. തെന്മല ഗ്രാമപഞ്ചായത്തിലെ അനധികൃത ഇറച്ചിക്കടകൾ പഞ്ചായത്തിന്റെ മൗന അനുമതിയോടെയെന്ന് CPM. നടപടിയെടുക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വിനായക ഫിസിയോതെറാപ്പി സെന്റർ, അഞ്ചൽ, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ ആൻഡ് SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് കുന്നിക്കോട്.